ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 19-13 മുതൽ 15 വരെ. അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ വിലക്കി. യേശുവോ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ചു, പിന്നെ അവിടെ നിന്ന് യാത്രയായി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗം, അതായത് 12-ാമത്തെ വാക്യം വരെ വിവാഹബന്ധത്തെക്കുറിച്ചും മോശയുടെ ന്യായപ്രമാണപ്രകാരം ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും കർത്താവ് പുതിയ നിയമ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരീശരോടും ശിഷ്യന്മാരോടും പങ്കുവച്ചതിന് ശേഷം, അതായത് വിവാഹകാര്യം പറഞ്ഞതിനെ തുടർന്ന് കുട്ടികളെക്കുറിച്ചുള്ള വിഷയം ഇവിടെ സംസാരിക്കുന്നു. അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. 18-ാം അധ്യായത്തിലും ശിശുക്കളുമായിട്ടുള്ള കർത്താവിൻ്റെ ആ ഒരു നിലപാടും ബന്ധവും വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ശിശുക്കളെ കൊണ്ടുവന്നവരെ ശിഷ്യന്മാരെ ശാസിക്കുകയും അകറ്റി നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അവരുടെ പെരുമാറ്റത്തിൽ കർത്താവ് അസന്തുഷ്ടനായി. മർക്കോസ് 10-ാം അധ്യായത്തിൽ പറയുന്നത്, യേശുവോ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറയുന്നതിൻ്റെ ഒരു ആവർത്തനമുണ്ട്. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ചു, പിന്നെ അവിടെ നിന്ന് യാത്രയായി. സാധാരണ യഹൂദന്മാരുടെ സമ്പ്രദായപ്രകാരം 12 വയസ്സിന് മുൻപുള്ള കുട്ടികൾക്ക് അവരുടെ സഭകളിലോ മുതിർന്നവർ സംസാരിക്കുന്ന ഇടങ്ങളിലോ ഒന്നും വരാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ശിഷ്യന്മാർ വിലക്കുന്നത്. എന്നാൽ കർത്താവ് അതിന് നേർ വിപരീതമായി ശിശുക്കളെ തൻ്റെ അടുക്കലേക്ക് ചേർക്കുകയും മടിയിലൊക്കെ കയറ്റി ഇരുത്തുകയും അവരുടെ തലയിൽ കൈവച്ച് അവരെ അനുഗ്രഹിക്കുകയും ശിശു സമാനമായ മനോഭാവത്തിലേക്ക് മടങ്ങി വരാതെ ആരും ദൈവരാജ്യത്തിന് അർഹരാകില്ല എന്നൊക്കെ കർത്താവ് പറയുന്നതും നമ്മൾ കണ്ടതാണ്. കുട്ടികളെ കർത്താവ് സ്വാഗതം ചെയ്യുന്നു. അവരെ കൊണ്ടുവന്നവരുടെ വിശ്വാസവും വളരെ അർത്ഥവത്താണ്. കേവലം പിഞ്ചു കുഞ്ഞുങ്ങളാകയാൽ അവരെ കയ്യിൽ എടുത്തും കൊണ്ടുവന്ന് കർത്താവിൻ്റെ അനുഗ്രഹത്തിലുള്ള വില അവരെ കൊണ്ടുവന്നവർ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. കർത്താവിനെ അറിയുകയും ഗ്രഹിക്കുകയും ചെയ്തവർ തങ്ങൾക്കുള്ള എല്ലാവരും തന്നെ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് അനുഗ്രഹിക്കാൻ വല്ലഭനായവൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരും. നമുക്ക് അനുഗ്രഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഏത് പ്രായത്തിലുള്ളവരെയും കർത്താവ് സ്വീകരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. കർത്താവിൻ്റെ ശരീരമായ സഭയോട് കുഞ്ഞുങ്ങളെ വിശുദ്ധ സ്നാപനത്താൽ ചേർക്കുകയും അവർക്ക് വേണ്ടി മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അവരെ വിശ്വാസത്തിൽ വളർത്താമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും അങ്ങനെ അവർ വിശ്വാസത്തിൽ വളർന്നു വരുമ്പോൾ പ്രായപൂർത്തിയാകുന്ന സമയത്ത്, അല്ലെങ്കിൽ തിരിച്ചറിവാകുന്ന സമയത്ത് കർത്താവിൻ്റെ തിരിച്ചറിയൽ രക്തങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന പതിവ് സഭയുടെ ആരംഭകാലം മുതൽ തന്നെ നമ്മൾ കണ്ടുവരുന്നു. എന്നാൽ അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ കർത്താവിൻ്റെ അടുക്കൽ അവരെ കൊണ്ടുവരിക എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ കർത്തവ്യവും വിശ്വാസത്തിൽ അവരെ വളർത്തുന്നതിനുള്ള ഉത്തരവാദിത്വവുമാണ്. ചിലർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് രോഗവിമുക്തരാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. എന്നാൽ നമ്മൾ അപ്രകാരമായിരിക്കരുത്. ശരീര സൗഖ്യത്തെക്കാൾ ആത്മീയ സൗഖ്യം വലുതായി നമ്മൾ കാണണം. കൈവച്ച് അവരെ അനുഗ്രഹിക്കാൻ കർത്താവിന് താല്പര്യമുണ്ട്. കൈവച്ച് അനുഗ്രഹിക്കുന്നത് പിതാക്കന്മാരുടെ പതിവാണ്. യാക്കോബ് യോസേഫിൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ഒക്കെ അങ്ങനെ അനുഗ്രഹിച്ചു. ഈ ശുശ്രൂഷയിൽ സ്നേഹം, ശക്തി, അധികാരം എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് വളരെ ഫലമുളവാകുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി അവർ വളർന്നു വരുവാൻ മാതാപിതാക്കൾ
ശുഷ്കാന്തിയുള്ളവരായിരിക്കണം എന്നതിൽ രണ്ട് പക്ഷമില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ദൈവിക സാന്നിധ്യത്താൽ അവരെ നിറയ്ക്കുകയും ആ ഒരു ബോധ്യത്തിലും ശിക്ഷണത്തിലും പത്യോപദേശത്തിലും അവരെ വളർത്തുന്നതിനും മാതാപിതാക്കൾ ശ്രമിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളാരും അങ്ങനെ വന്നാൽ നഷ്ടപ്പെടുകയില്ല. അവരെ ഓർത്ത് പിന്നീട് സങ്കടപ്പെടേണ്ടി വരില്ല. ദൈവം അവരെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയാൽ അനുഗ്രഹീതരായി ഈ ലോകത്തിൽ ജീവിപ്പാൻ പൈതങ്ങളെല്ലാവരെയും സഹായിക്കണമേ. വിശ്വാസത്തിൽ അവരെ വളർത്തുന്നതിനും ദൈവസന്നിധിയിൽ ക്രമമായി അവരെ കൊണ്ടുവരുന്നതിനും ഞങ്ങളെല്ലാവരെയും, എല്ലാ മാതാപിതാക്കളെയും അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികളിലും, യാത്രകളിലും, ശുശ്രൂഷ മേഖലകളിലും, ഉത്തരവാദിത്വ നിർവഹണങ്ങളിലും വിശ്വസ്തരായി ദൈവിക നിലപാടിൽ ഉറച്ചു നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മോടും നമ്മുടെ തലമുറയോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.